അങ്ങനെ അതും സംഭവിച്ചിരിക്കുന്നു. 27 വർഷത്തെ വനവാസത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് താമര വിപ്ലവം നടന്നിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 8 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ BJP 48 സീറ്റുകളുമായി വൻ തിരിച്ചുവരവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജന്മത്തിൽ നരേന്ദ്രമോദിക്ക് AAPയെ ഡൽഹിയിൽ തറ പറ്റിക്കാൻ കഴിയില്ലെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്ന ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ മൂക്കും കുത്തി നിലത്തേക്ക് വീണിരിക്കുന്നു. ജനക്ഷേമ പദ്ധതികളുമായി മുന്നിട്ട് നിന്ന AAPക്ക് എവിടെയാണ് പിഴച്ചത്? എവിടെ മുതലാണ് ആം ആദ്മിയുടെ അടിവേര് ഇളകി തുടങ്ങിയത്? നമുക്ക് പരിശോധിക്കാം. അഴിമതിരഹിത സമരങ്ങൾ നടത്തിക്കൊണ്ടാണ് AAP പാർട്ടി പൊതുമധ്യത്തിലേക്ക് കടന്നു വരുന്നത്. സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഷീലാ ദീക്ഷിതിന്റെ കോൺഗ്രസിന്റെ ഭരണം അട്ടിമറിക്കാൻ അണ്ണാ ഹസാരെ ചില്ലറ സഹായവുമൊന്നുമല്ല AAPക്ക് ചെയ്തത്. അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയനെ മുൻനിർത്തിയിട്ടാണ് AAP പിന്നീട് അവരുടെ തന്ത്രങ്ങൾ മെനയുന്നതും പാർട്ടി രൂപീകരിക്കുന്നതും. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം സീറ്റ് BJP ഒറ്റയ്ക്ക് നേടിയിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി AAP ആണ് അന്ന് അധികാരത്തിലെത്തിയത്. പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ അന്ന് മുഖ്യമന്ത്രിയായി. എന്നാൽ ചില ഭരണ പ്രതിസന്ധികളെ തുടർന്ന് 49 ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. അവിടെ AAP തീരുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. എന്നാൽ 2015 തെരഞ്ഞെടുപ്പിൽ 70-ൽ 68 സീറ്റും നേടിക്കൊണ്ട് AAP വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അന്ന് ഏവരും ഞെട്ടിപ്പോയൊരു കാര്യമുണ്ടായിരുന്നു. ഒരു പാർട്ടി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ രാജ്യ തലസ്ഥാനം പോലെയുള്ള പ്രധാനപ്പെട്ട നഗരത്തിൽ ഭരണം പിടിച്ചെടുത്തത് എന്നത് അന്ന് ഏവരും അതിശയത്തോടെ നോക്കിക്കണ്ടതാണ്. പേര് പോലെ തന്നെ സാധാരണക്കാരന്റെ പാർട്ടിയായിരുന്നു ആം ആദ്മി. ജനക്ഷേമ പദ്ധതികൾ മാത്രം മുൻനിർത്തിയാണ് അവർ ഭരണ തുടർച്ച നേടിയത്. ഡൽഹിയുടെ പ്രധാന പ്രശ്നമായിരുന്ന കുടിവെള്ളം അവർ സൗജന്യമായി നൽകി പരിഹരിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിച്ചു. ചേരികൾ വികസിപ്പിച്ചു. 200 യൂണിറ്റോളം വൈദ്യുതിയും ഓരോ വീട്ടുകാർക്കും സൗജന്യമായി നൽകി. ഇതെല്ലാം കണ്ട് മതിമറന്ന ഡൽഹി ജനത 2020-ൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിന് ഭരണ തുടർച്ച നൽകി. ഇത്തവണ 70-ൽ 62 സീറ്റ് കെജ്രിവാൾ സ്വന്തമാക്കി. BJP ആകട്ടെ 8 സീറ്റുകളിൽ ഒതുങ്ങിപ്പോയി. എന്നാൽ കെടാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ ഭരണ തുടർച്ച. അഴിമതിരഹിത സമരങ്ങൾ നടത്തി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയിലെ നേതാക്കൾ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ വരെ അഴിക്കുള്ളിലായി. തെരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും സാധാരണയാണെങ്കിലും പാർട്ടി അധ്യക്ഷൻ പരാജയപ്പെടുന്നത് വളരെ അത്യപൂർവമായ കാഴ്ചയാണ്. എന്നാൽ ഇത്തവണ അതും സംഭവിച്ചിരിക്കുന്നു. 4082ഓളം വോട്ടുകൾക്കാണ് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ പരാജയപ്പെട്ടത്. കൂടെ തന്നെ പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കൾക്കും അടിപതറി. ആദീശി മാത്രമാണ് ചെറിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിച്ചു കയറാനായത്. ചെറിയ തോൽവിയൊന്നുമല്ല AAPക്ക് ഡൽഹിയിൽ നേരിടേണ്ടി വന്നത്. 40ഓളം സീറ്റുകളാണ് 5 വർഷം കൊണ്ട് AAPയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത്. ഈ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതിന് പിന്നിൽ പലതുണ്ട് കാരണങ്ങൾ. BJP ആവട്ടെ കഴിഞ്ഞ 2 വർഷമായി കൃത്യമായ പദ്ധതികളോട് കൂടിയാണ് ഡൽഹിയിൽ മുന്നോട്ട് പോയത്. സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന പ്രചരണം ചില്ലറ മൈലേജ് ഒന്നുമല്ല ഡൽഹി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. സാധാരണക്കാരന്റെ പ്രശ്നം പറഞ്ഞ് ഭരണത്തിലേറിയ മുഖ്യമന്ത്രി ശീഷ് മഹൽ പോലെ കോടികളുടെ ഭവനം പണിയുന്നത് ജനങ്ങൾക്കിടയിൽ മടുപ്പുളവാക്കി. ഈ അവസരം വ്യക്തമായി മുതലെടുക്കാൻ BJPയെ കൊണ്ട് സാധിച്ചു. അഴിമതി ഓരോന്നും തുറന്നുകാട്ടി അരവിന്ദ് കെജ്രിവാളിനെയും കൂടെ പല മുതിർന്ന AAP നേതാക്കളെയും അഴിക്കുള്ളിലേക്ക് പറഞ്ഞയച്ചു. ഭരണസ്തംഭനം ഡൽഹിയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നു. ഇതും ജനങ്ങളെ വല്ലാതെ സർക്കാരിൽ നിന്നകറ്റി. ഈ അവസരത്തിലാണ് RSSനെ BJP കളത്തിലിറക്കുന്നത്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഓരോ വോട്ടും BJP അക്കൗണ്ടിലേക്ക് ഉറപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ BJPക്ക് സാധിച്ചു. മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. യമുന നദി ജലപ്രശ്നം പൂർവാഞ്ചലിൽ വൻ തിരിച്ചടിയാണ് AAPക്ക് നൽകിയത്. ജാട്ട് ഗോത്രക്കാർ തിങ്ങിപ്പാർക്കുന്ന ഹരിയാന അതിർത്തിയിലും AAPക്ക് അടിപതറി. ഇതോടുകൂടെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ വരെ BJP ആണ് ഇത്തവണ അധികാരം പിടിച്ചിരിക്കുന്നത്. സീറ്റുകൾ 40ഓളം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും AAPയുടെ വോട്ടിംഗ് വിഹിതം പരിശോധിക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം മറ്റൊന്നാണ്. BJPയും ആം ആദ്മിയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസം വെറും 2% മാത്രമാണ്. ഇത്തവണ കോൺഗ്രസിന് അധികമായി ലഭിച്ചതും 2% വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ തെളിഞ്ഞു വരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഇവിടെ ഇന്ത്യ സഖ്യമാണ് മത്സരിച്ചിരുന്നതെങ്കിലുള്ള ചിത്രം എങ്ങനെയായിരിക്കുമെന്നത്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, ആദ്യ മണിക്കൂറുകൾ മുതലുള്ള ട്രെൻഡ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നേനെ എന്ന്. എന്നാൽ ഡൽഹി തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകൾ പരസ്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഡൽഹിക്ക് മടുത്തു, മാറ്റത്തിന് വേണ്ടിയാണ് ഡൽഹി വോട്ട് ചെയ്തതെന്നാണ് പ്രിയങ്ക ഗാന്ധി ആം ആദ്മിയുടെ തോൽവിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്.
എല്ലാ ഘടകകക്ഷികളും ഇതേപോലെ പരസ്യമായ പ്രസ്താവനകൾ നടത്തി കോൺഗ്രസിനെയും ആം ആദ്മിയെയും ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ഇനി എങ്ങോട്ടാണെന്നുള്ള ചോദ്യം മുന്നിൽ മുഴച്ചു നിൽക്കുകയാണ്. അടുത്ത മീറ്റിങ്ങുകളിൽ ആരായിരിക്കും നേതൃത്വം നൽകുക എന്നും പാർട്ടിക്കകത്തെ പോരിനെ ആരായിരിക്കും നിയന്ത്രിക്കുക എന്നുള്ള ചോദ്യവും ഇപ്പോഴും സംശയമായി തന്നെ തുടരുന്നു. മുന്നേ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. എന്നാൽ ആ നേതാവ് കൂടി ഇല്ലാതായതോടുകൂടി ആരാണ് ഇന്ത്യ സഖ്യത്തെ ഇനി കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.